ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു മാസത്തിന് ശേഷം നമ്മളിപ്പോൾ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വേറെ നല്ല കുറച്ച് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും ഫ്രീ ആണ്. അപ്പം നമുക്ക് നാളത്തേനാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ലൊക്കേഷൻ വന്നിട്ട് കാന്തല്ലൂരാണ്, തമിഴ് ലൊക്കേഷനാണ്. അവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഫാം, പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളെ രാവിലെ പോകുന്ന വഴിക്ക് പറയാം. എന്താണെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒത്തിരി ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു, എല്ലാം സെറ്റാണ്. ഇനി നാളെ രാവിലെ ആയാൽ മതി. ഒത്തിരി നാളായി വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്താവുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ നമുക്കെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. ഇപ്പോൾ സമയം കറക്റ്റ് 6:30 ഇവിടെ നിന്ന് നമ്മൾ 6 hours ട്രാവൽ ചെയ്യണം. ഓക്കെ, കാന്തല്ലൂരാണ് ലൊക്കേഷൻ, അറിയാലോ. അപ്പം ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട്. വീട്ടിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇങ്ങ് വന്നു. ഇപ്പം ഏകദേശം സമയം 8:45 9 മണിയാവുന്നു. നമുക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഡെസ്റ്റിനേഷൻ നോക്കി പോവാണ് കേട്ടോ. കുറച്ച് ഇങ്ങ് വന്നപ്പോൾ ഉടുമ്പൻചോലയൊക്കെ എത്തിയപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള കടയാണ്. ഞാനൊരു ദോശ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇനി ഞാനത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ട്രാവലിംഗ് തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ പോകുന്ന വഴിയിലുള്ള സൈറ്റ്സിനെല്ലാം നമുക്ക് കണ്ടു പോവാം കേട്ടോ. ഇത് കറക്റ്റ് ഗ്യാപ് റോഡിലേക്ക് പോവുകയാണ് നമ്മൾ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ആനയിറങ്കൽ ഡാമിൻ്റെ അടുത്തായിട്ടാണ്. അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആനയിറങ്കൽ ഡാം. ഇത് നമുക്ക് ഡാമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ. അത് കുറച്ച് ചുറ്റി വരണം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വ്യൂ കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ മൂന്നാർ വഴിയാണ് പോകുന്നത്. മൂന്നാർ വഴി ചെന്ന് ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്ന മറയൂറാണ്. അവിടെ നിന്നാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിൻ്റെ ഒരു മൂലക്കല്ലെന്ന് പറയുന്ന രീതിയിൽ മൂന്നാറിൽ എത്തിക്കുകയാണ്. നമ്മൾ മൂന്നാർ വന്നതല്ല, നമ്മൾ കാന്തല്ലൂർ വന്നതാണ്. അപ്പം മൂന്നാർ പോകുന്ന വഴിക്കായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ ഓർത്തിട്ട് തോട്ടത്തിൻ്റെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഒരു 10-45 കിലോമീറ്റർ ട്രാവൽ ചെയ്താലേ നമുക്ക് കാന്തല്ലൂർ എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. നല്ല രസമാണ്. ഇപ്പം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വെയിൽ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ, മൂന്നാർ വന്ന വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് കുറച്ചുകൂടി നല്ല ക്ലൈമറ്റ് ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ്. അപ്പോൾ നിങ്ങൾ വരാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. ഒന്നും നോക്കണ്ട, ബെസ്റ്റ് ടൈമാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, അപ്പം നമ്മളിപ്പോൾ റീച്ച് ആയിരിക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് ചിന്നക്കനാൽ, മൂന്നാറിൽ ചിന്നക്കനാൽ വാട്ടർഫോൾസ് ആണ്. ഇതാണ് ഫോൾസ്. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നതാണ്. ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കാനും ഇവിടെ തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അവർ കൊടുക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാണാം നമുക്ക്. കണ്ടോ, ഇത് മെയിൻ റോഡിൽ തന്നെയാണ്. ഇനി ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഒത്തിരി പേര് വരുന്നത്. ഇപ്പം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സീസൺ ടൈമാണ്. സോ എല്ലാവരും മൂന്നാറിലേക്ക് വരുന്നവർ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ഈ വീഡിയോൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളൊരു പോയിന്റിലാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. അവിടെ കണ്ടോ കോടമഞ്ഞ് ഫുള്ള് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കോടമഞ്ഞും ഇല്ല. നമുക്ക് ഉള്ളിലേക്ക് പോയി എന്താ നോക്കാം കേട്ടോ. ഞാനിത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്താണ്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ച് വന്നതാണ്. നല്ലൊരു ഫീൽ കിട്ടുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ ഭംഗിയും ഓരോ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഓരോ നിമിഷവും നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ചിന്തിക്കുമ്പോഴെല്ലാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം വന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ കറക്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ ചിന്നക്കനാല് കഴിഞ്ഞു, മൂന്നാർ ചിന്നക്കനാല് കഴിഞ്ഞു. ഇവിടെ ഫുള്ള് മഞ്ഞാണ്, പോകുന്ന വഴി ഫുള്ള് മഞ്ഞ, എൻ്റെ ഉടുപ്പ് ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഫുള്ള് കോടയാണ്, ഫുള്ള് കോടമഞ്ഞാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു കറക്റ്റ് ഒരു 10-50 കിലോമീറ്ററെങ്കിലും പോകണം. ഇപ്പം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. കുറച്ച് വ്യൂസൊക്കെ കാണാം. ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ രാജമല, അതായത് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തുന്ന വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ചെറിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് ആ സ്പോട്ട്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് അതേ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട്, ഒരു 50 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, അത് റോഡാണ് കണ്ടോ, ആ ബ്രിഡ്ജ് കാണുന്ന റോഡാണ്. അതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ വാട്ടർഫോൾസിലേക്ക് ഇറങ്ങി വരാൻ പറ്റും. നല്ലൊരു കാം ആൻഡ് ക്വയറ്റുള്ള ലൊക്കേഷനാണ്, അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ കാന്തല്ലൂരാണ്. ഇത് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്, അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല ഭംഗി, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്, പക്ഷേ നല്ല തണുത്ത വെള്ളമാണ്. ഓക്കെ, എന്തായാലും ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വേറെ എവിടെയല്ല, ഇരവികുളം നാഷണൽ പാർക്കിന് തൊട്ട് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ കറക്റ്റ് മറയൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറയുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസാണ് പോകുന്ന വഴിക്കെല്ലാം. അങ്ങനെ നമ്മൾ ഇരവികുളം കഴിഞ്ഞു. ഇപ്പം മറയൂർ ഏകദേശം എത്താറായി. അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു ഡെസ്റ്റിനേഷൻ കണ്ടപ്പോഴത്തേന് നിർത്തിയതാണ് കേട്ടോ. ജസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും അല്ല, എന്നാലും കുറച്ച് കാണിച്ചു തരാം. നോക്കിക്കേ, അത് കണ്ടോ, മഞ്ഞ് പറക്കുന്ന കണ്ടോ, കോടമഞ്ഞ. നല്ല ഭംഗിയുണ്ടല്ലേ. ഭൂമി എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് കണ്ടോ. എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഒത്തിരി പോകാനുണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്ന് ഒത്തിരി ഒന്നുമില്ല. ഇനിയിപ്പം നമ്മുടെ കാന്തല്ലൂർ എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ പോവാന്ന് ഓർത്തിട്ട് തന്നെ ഇവിടെ ഇരുന്നേ. നല്ല ലൊക്കേഷൻ, ഒരു ചായയും ഒരു മാഗിയും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പയ്യെ കൊണ്ട് പോവാം. ഇപ്പം സമയം ഏകദേശം 12 മണിയായി. അങ്ങനെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. ഇപ്പം നമ്മളിപ്പോൾ റീച്ച് ആയിരിക്കുന്ന ലൊക്കേഷൻ മറയൂർ ശർക്കര ഫാക്ടറിയിലാണ് കേട്ടോ. ഞാൻ പിന്നെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു, നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കറക്റ്റ് മറയൂറാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, അകത്ത് എന്താ ഉള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ,
മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറിയാണിത്. ആക്ച്വലി ഇതിൻ്റെ പേര് വന്നിട്ട് സെൻറ്റ് ജോസഫ് ഫാം എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. ഈ ഫാക്ടറി നമ്മൾ ഗൂഗിളിലെ ലൊക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് അവർ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫാക്ടറി വിസിറ്റ് അലൗഡ് ആണ്. അതിന് അവർ ചാർജ് ചെയ്യുന്നത് പെർ ഹെഡിന് 50 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്തു, അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നമ്മൾ കണ്ടു, അതിൻ്റെ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാക്ടറി വിസിറ്റ് മറയൂർ, നമ്മുടെ കാന്തല്ലൂർ ഉള്ള ലൊക്കേഷൻസ് എല്ലാം തന്നെ ഈ സെക്കൻഡ് പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ആരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.